എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. പ്ലേ സ്റ്റോറിൽ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. ഇതാണ് ആദ്യത്തെ കാറിൻ്റെ ചീറ്റ് കോഡ് 4321. ഇനി രണ്ടാമത്തെ കാറിൻ്റെ ചീറ്റ് കോഡ് നമുക്ക് നോക്കാം. ഈ കാറ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ കാറിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറയുമ്പോൾ 4322 വരുന്നത്. അതൊരു ചുമല കളറിലൊരു കാറാണ് വരുന്നത്. ഒരു അപ്ഡേഷൻ എന്തായാലും കൊള്ളാം, എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മൂന്നാമത്തെ കാറിൻ്റെ സീറ്റ് കോഡ് എന്ന് പറയുന്നത് 4323 വരുന്നത്. അത് അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത വണ്ടിയാണ്. പിന്നെ വരുന്ന ഒരു ബസ്സാണ് വരുന്നത്, പച്ചക്കളറിലൊരു ബസ് പോലത്തെ ഒരു വണ്ടിയാണ് വരുന്നത്. അത് 4324 വരുന്നത്. അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലത്തെ പുതിയ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ഗെയിമൊക്കെ കളിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാറ്. ഓറഞ്ച് കാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ റേസ് മോഡ് വരുന്നത് നമ്മൾ ഫോൺ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ റേസ് മോഡ് ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ റേസ് സെറ്റപ്പ് വരുന്നതായിരിക്കും. റേസിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ റേസിംഗ് ട്രാക്ക് എന്ന് പറയുന്നത്. ഒരു പുതിയ അപ്ഡേഷൻ തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു ഈ റേസിംഗിൻ്റെ അപ്ഡേഷൻ വരാൻ വേണ്ടിയിട്ട്. ഇതൊരു നല്ല അപ്ഡേഷൻ തന്നെയാണ്. ഞാൻ കളിച്ച് നോക്കി, നല്ല രസമുള്ള ഗെയിമാണ്. പിന്നെ ആദ്യം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് റേസിങ്ങിൻ്റെ സ്ഥലമൊന്നും നമുക്ക് മനസ്സിലാവില്ല, ഇപ്പുറത്ത് പോകണോ അപ്പുറത്തേക്ക് പോകണമെന്നും. അവർക്കൊരു കൊടി ഉണ്ടെങ്കിലൊക്കെ വെക്കായിരുന്നു അത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി വെച്ചായിരുന്നെങ്കിൽ നൈസായിരുന്നു. ആ അപ്ഡേഷനും കൂടി ഒന്ന് കൊണ്ടുവന്നാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഇതാണ് റേസ് പ്ലേസ് എന്ന്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഒരു നേരത്തെ കളിച്ചായിരുന്നു ഇതിൻ്റെ റേസ് മോഡ്. അതുകൊണ്ടാണ് ഞാനിത് സെയിം റൂട്ടിൽ തന്നെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. ആദ്യം കളിക്കുന്ന ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല ഇതാണ് റേസിംഗ് റൂട്ടെന്ന്. ഇത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ചീറ്റ് കോഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതിയോ, ഞാനുള്ളത് റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് എന്തിനെങ്കിലും അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇപ്പോൾ റിപ്ലൈ ഒന്ന് എനിക്കത് ചീറ്റ് കോഡ് തരുന്നതായിരിക്കും. ഓ